ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളുടെ ഇന്നത്തെ യാത്ര പ്രിസ്റ്റൺ പാർക്കിലേക്കാണ്. അവിടെ എത്തി. ദേ ആ കാണുന്ന ബട്ടർഫ്ലൈ വേൾഡിലേക്കാണ് ആദ്യം പോകുന്നത്. പൂമ്പാറ്റകളുടെ ലോകം അതെത്ര മനോഹരമായിരിക്കുമല്ലേ. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് വരാം. എൻട്രി ഫീസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൂമ്പാറ്റ ചിത്രം അവർ സ്റ്റാമ്പ് ചെയ്ത് തന്നു. അകത്ത് കടന്നപ്പോൾ നിറയെ പൂമ്പാറ്റകൾ പാറി പറക്കുന്നതാണ് കണ്ടത്. ചിത്രശലഭങ്ങൾ സമാധിയിലിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പ്യൂപ്പ പൊട്ടി പുറത്ത് വരാറായ ഒരു പൂമ്പാറ്റയാണിത്. അതിപ്പോൾ പറന്നു പോകുമെന്ന് കരുതി കുറച്ചു നേരം ഞാനത് നോക്കി നിന്നു. മീൻകുളത്തിൽ ആമ്പലുകൾ നിറയെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ചുവരൊക്കെ ഉണ്ടാക്കി വെച്ചതാണെന്ന് ഒട്ടും തോന്നില്ല. അത്രയ്ക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പലതരം ഓർക്കിഡുകളും പിന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ഒരുവിധം ചെടികളും എല്ലാം അവിടെ കണ്ടു. തെച്ചി, ചെമ്പരത്തി, കല്യാണ സൗഗന്ധികം, പൂച്ചവാലൻ, അങ്ങനെ കുറേ ചെടികൾ അവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഓർക്കിഡുകളാണ് മുന്നിട്ട് നിന്നിരുന്നത്. ചെമ്പരത്തിപ്പൂക്കളൊക്കെ സാധാരണയിൽ കവിഞ്ഞ വലിപ്പവും കടുത്ത നിറവും ഉണ്ടായിരുന്നു. ഒത്തിരി വലിപ്പത്തിലുള്ള പൂമ്പാറ്റകൾ മേലെ പറക്കുന്നുണ്ടായിരുന്നു. ഓണക്കാലത്തൊക്കെ പൂക്കളത്തിലേക്ക് നമ്മൾ പൊട്ടിച്ചിരുന്നൊരു ചെടി, അത് നാട്ടിലിപ്പില്ല. ഇവിടെ അതും കണ്ടു. ഈ പക്ഷികൾ വളരെ പാവം പിടിച്ച പക്ഷികളാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളത്. അവരടുത്ത് ചെന്നാലും നീങ്ങി പോകുന്നൊന്നുമില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ ചെടിയാണ് പണ്ട് നാട്ടിൽ ധാരാളമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനെ ഒട്ടും കാണുന്നില്ല. നമ്മുടെ അവിടെ ഇത് കാണുന്ന തന്നെയില്ല. എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇപ്പം ഇല്ല. ഇത് കർട്ടൻ പ്ലാന്റ്, എയർ പ്ലാന്റ്. ഞാനിത് വാങ്ങി വളർത്തിയിരുന്നു, പക്ഷേ എനിക്കത് ഉണ്ടായില്ല. ഇവിടെ ശരിക്കും കർട്ടൻ പോലെ തന്നെയാണത് തിങ്ങി നിറഞ്ഞു കിടക്കുന്നത്. പൂക്കളെയും പൂമ്പാറ്റകളെയും നോക്കി അങ്ങനെ നിൽക്കാൻ തോന്നും. അവയുടെ വലുപ്പവും നിറവ്യത്യാസങ്ങളും സാധാരണ കാണുന്നതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുള്ളതാണ്. ഇനി ഏനിമൽ ഏരിയയിലേക്ക് പോവാം കേട്ടോ. അതിനകത്ത് എട്ടുകാലി, അണ്ണാരക്കണ്ണൻ, പാമ്പുകൾ, അങ്ങനെ മീർക്കാറ്റ്, അതൊക്കെയായിരുന്നു. അവിടെ എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് ഉറുമ്പുകൾക്കുള്ളൊരു വാസസ്ഥലം. ഇതേ കാണുന്ന ഗ്ലാസ് ജാറിനകത്തേക്ക് ഉറുമ്പുകൾ ആ പൈപ്പിലൂടെ ഫുഡ് എടുത്തിട്ട് വരികയാണ്. അത്രയും നീളത്തിലുള്ളൊരു പൈപ്പ് അങ്ങ് അറ്റത്തേക്ക് വെച്ച് അവിടെയാണ് അവർക്ക് ഫുഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫുഡ് എടുത്തിട്ട് അവരിങ്ങനെ വരും. ഇത് ആദ്യമായിട്ട് കാണുകയാണ്. വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല ഉറുമ്പുകൾക്കൊരു സ്ഥലം കൊടുത്തിട്ടുള്ളത്. ഇതായിരിക്കുന്ന ആളൊന്ന് സൂക്ഷിക്കണം. എന്തായാലും ഗ്ലാസ്സിനകത്തല്ലേ. മനസ്സിലൊരു ആഗ്രഹം വിചാരിച്ച് അത് ഇതിലേതെങ്കിലും ഒരു ഫിഷിനോട് പറയാം. അത് സാധിക്കും എന്നാണ് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. എന്താലേ. ഓർക്കിഡുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒട്ടുമിക്ക ചെടികളിലും പൂക്കളുമുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. ധാരാളം പൂക്കളും പല വർണ്ണത്തിലുള്ള പൂമ്പാറ്റകളും ഒക്കെയായി ഇതൊരു അത്ഭുത ലോകം തന്നെയാണ്. എന്തായാലും ഇവിടെ വന്നത് വൃത്തിയാണ്. പിന്നെ ഒരു കാര്യം മറന്നു, നമ്മുടെ ഫിഷിനെ കുറിച്ച്. കുട്ടികൾക്ക് ഇത് ഇഷ്ടമാവും, വളരെയധികം ഇഷ്ടമാവും. അത്രയും വലിപ്പമുണ്ട് ഇവിടുത്തെ ഫിഷുകൾക്ക്. വലിപ്പം മാത്രമല്ല, വിവിധ വർണ്ണങ്ങളും. ഇനി എന്തായാലും നമുക്ക് പുറത്തേക്ക് പോകാം. പുറത്ത് കിടന്ന് ഞങ്ങൾ 1-2 ഫോട്ടോസൊക്കെ എടുത്ത് പാർക്കിൻ്റെ വേറെ ഭാഗത്തേക്ക് പോയി. അതിനു മുമ്പായി തണുപ്പത്തൊരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് ചിന്തിച്ചു. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, നേരെ പോയി ഐസ്ക്രീം വാങ്ങി.
പണ്ട് മൂന്നാർ ട്രിപ്പ് പോയപ്പോഴാണ് ഞാൻ ഈ തണവത്ത് ഐസ്ക്രീം കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇത് രണ്ടാമത്തെ തവണയാണ്. അത് കഴിഞ്ഞ് പാർക്കിൽ അങ്ങും ഇങ്ങൊക്കെ നടന്നു. ഇവിടെ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ഡോഗ് ഉണ്ട് കേട്ടോ. അവർ കുട്ടികളെ പോലെ തന്നെയാണ് പട്ടികളെയും സ്നേഹിക്കുന്നത്. ഈ പാർക്കിൽ അതിനെ തുറന്ന് വിടുന്നുണ്ട്, കളിക്കാൻ വിടുന്നുണ്ട്. അവർക്ക് കളിക്കാനുള്ള സ്ഥലമാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവരെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അതിനടുത്തായിട്ട് തന്നെ ഒരു ലേക്ക് ഉണ്ടായിരുന്നു. വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതല്ല ഈ അരയന്നങ്ങൾ. ഇവർ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. ഇവരുടെ തലയിലും നല്ല തിളങ്ങുന്ന പച്ച കളറുണ്ടായിരുന്നു. ഇവിടുത്തെ ഒട്ടുമിക്ക പക്ഷികൾക്കും ഈ ഡാർക്ക് ഗ്രീൻ കളർ ഉണ്ട് കേട്ടോ. എനിക്ക് പച്ചയോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കണം അതിങ്ങനെ ശ്രദ്ധയിൽ പെടുന്നത്. ആ കാണുന്ന ഡോഗില്ലേ, അതിന് 1 മാസമായിട്ടുള്ള അവർ അഡോപ്റ്റ് ചെയ്തിട്ടെന്നാണ് പറഞ്ഞത്. അവനെ കളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുക. പുള്ളി കയാക്കിങ്ങിന് പോവുകയാണ്. അരയന്നങ്ങളോടൊപ്പം വെള്ളത്തിലെ ഡോഗും അതിൻ്റെ യജമാനനും കൂടി പോകുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മറിഞ്ഞു പോകുമെന്നൊക്കെ തോന്നി, പക്ഷേ അവർ നല്ല ബാലൻസ് ചെയ്തിട്ടിരുന്നു. ഡോഗിന് വെള്ളത്തിൽ നീന്താൻ അറിയാലോ, അവന് വെള്ളം നല്ല ഇഷ്ടമെന്ന് തോന്നി. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായയും പഴംപൊരിയും മുറുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച് കുറച്ച് നേരം വീണ്ടും അവിടെയൊക്കെ നടന്നു. ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പോൾ തൊണ്ടയ്ക്ക് ചെറിയൊരു കരകരക്കുപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പും. അപ്പോൾ ചായക്ക് ടേസ്റ്റ് കൂടുമല്ലോ. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് വിശക്കൊന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു കാടാണ്. നിറയെ മരങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലത്ത് ഇരുട്ട് തോന്നി. കുറേ നേരം കാട്ടിലിങ്ങനെ നടന്നു. ആരായാലും ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ പാടി പോവുമല്ലേ. പാട്ടറിയാത്ത ഞാനും പാടി. അറിയാതെ മൂളിപ്പോയതാണേ. ഇപ്പോൾ ഓട്ടം സീസണാണ്. ഇലകളൊക്കെ വീണ് കിടക്കുന്നത് കണ്ടിട്ടില്ലേ. ഇനി ഇത് കഴിഞ്ഞാൽ വിൻ്റർ വരും. മരങ്ങളെല്ലാം ഇല പൊഴിച്ച് അടുത്ത വസന്തത്തെ കാത്തിരിക്കാൻ പോവുകയാണ്. ഇനി ഇവിടെ വിൻ്റർ സീസണാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ മരങ്ങൾക്ക് ഇലകളൊന്നും ഉണ്ടാവില്ല, നിറയെ മഞ്ഞായിരിക്കും. എന്തായാലും ഞാൻ ആ കാഴ്ച കാണാൻ കാത്തിരിക്കുകയാണ്. പിന്നെ അവിടെ കുറേ നേരം ഞങ്ങൾ പാട്ടുപാടിയും ഡാൻസ് ചെയ്തും റീൽസ് എടുത്തും അങ്ങനെ സമയം ചെലവഴിച്ചു. കുട്ടികൾ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമല്ലേ. അങ്ങനെ വളരെ സന്തോഷകരമായൊരു ദിവസം ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.